സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുമായ ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പിന്റെ രൂപത്തിൽ പുറത്തിറങ്ങുകയും അങ്ങനെ കോടിക്കണക്കിന് രൂപ തട്ടിക്കുകയും ചെയ്ത വാർത്ത ന്യൂസ് 18 കേരളം ആയിരുന്നു പുറത്തുവിട്ടത്. ആ കേസ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലം, അതായത് പരാതിക്കാർ രംഗത്ത് വരികയും പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോഴിതാ ബിജു രാധാകൃഷ്ണന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. സോളാർ കേസിലെ പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണനാണ് പുതിയ തട്ടിപ്പുമായി രംഗത്ത് വരികയും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 നടത്തിയ ബിഗ് ഇൻവെസ്റ്റിഗേഷനിൽ ആയിരുന്നു ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പിന്റെ ചുരുൾ അഴിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലടക്കം CSR ഫണ്ടുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടത്തി എന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇപ്പോഴിതാ കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലുമായാണ് ഇതുമായി ബന്ധപ്പെട്ട സമ്മിറ്റുകൾ സംഘടിപ്പിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ ട്രസ്റ്റുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളും ഈ സമ്മിറ്റിൽ പങ്കെടുത്തു എന്നതാണ് മറ്റൊരു വിവരം. മധുര സമ്മിറ്റിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു മുഖ്യാതിഥി എന്ന വിവരം കൂടിയാണ് പങ്കുവെക്കേണ്ടത്. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നു എന്നതാണ് വിവരം. NHF-ന് ചെന്നൈയിലും ഓഫീസുണ്ട്. സമ്മിറ്റുകളുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്, കേരളത്തിന് പുറത്തുനിന്ന് അടക്കമുള്ളവർ ഈ തട്ടിപ്പിന്റെ ഇരകൾ ആക്കപ്പെട്ടിട്ടുണ്ടാകും എന്നത്. പ്രത്യേകിച്ച് അനീഷ് ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണാൻ സാധിച്ചതാണ്. അവർ ലിക്വിഡ് കറൻസിയുമായാണ് അവിടെ എത്തിയത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആയിരുന്നു ബിജു രാധാകൃഷ്ണൻ ഈ തരത്തിൽ തട്ടിപ്പ് വ്യാപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണവുമായി നമ്മൾ ബിജു രാധാകൃഷ്ണൻ്റെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ കണ്ടതാണ് തമിഴ്നാട് സ്വദേശികളായ ആളുകൾ അയാളുടെ ഓഫീസിൽ നിൽക്കുന്നതും ഒരു മഞ്ഞ സഞ്ചിയിൽ കറൻസികളുമായി മുറിയിലേക്ക് കയറിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിടുകയും ചെയ്തതാണ്. അന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഒരുപാട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന്. ഇന്നിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിലായി നടത്തിയ സമ്മിറ്റുകളുടെ ദൃശ്യമാണ്. ആദ്യം തന്നെ ചെന്നൈയിൽ ഒരു ഓഫീസ് തുറക്കുന്ന നടപടിക്രമങ്ങളാണ് ബിജു ചെയ്ത്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ബിജു ഇതിനായി കണ്ടെത്തിയത്. അതിനുശേഷമാണ് തമിഴ്നാട്ടിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകളെ വലവിച്ച് പിടിക്കുന്നതിനായി 3 സമ്മിറ്റുകൾ നടത്തി. ആദ്യ സമ്മിറ്റ് നടത്തിയത് പോണ്ടിച്ചേരിയിലായിരുന്നു. അവിടെ വെച്ച് സൗജന്യമായാണ് ആളുകൾക്ക് പ്രവേശനമുണ്ടായത്. പ്രധാനമായും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നവർ, മെഡിക്കൽ കോളേജ് നടത്തുന്നവർ എന്നിവർക്കായിരുന്നു മുൻഗണന ഉണ്ടായിരുന്നത്. അത്തരത്തിൽ സൗജന്യമായി ഉള്ള സമ്മിറ്റാണ് ആദ്യം നടത്തിയെങ്കിൽ പിന്നീട് കോയമ്പത്തൂരിലേക്കും ഒപ്പം മധുരയിലേക്കും നീങ്ങുമ്പോൾ പണം ഈടാക്കി, അതായത് 5000 രൂപ നൽകിയാൽ മാത്രമാണ് ഈ സമ്മിറ്റിന് വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ നടത്താൻ കഴിയുകയുള്ളൂ. ഈ ട്രസ്റ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് നൽകുക, ഇത്തരം വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ ഹോള് നിറച്ച് ആളുകൾ ഇരിക്കുന്ന കാഴ്ചയാണ്. അവരെല്ലാം 5000 രൂപ വീതം നൽകി ഈ ബിജുവിൻ്റെ ഈ സമ്മിറ്റിലേക്ക് എത്തിയവരാണ്. ഇങ്ങനെ 3 സമ്മിറ്റുകൾ നടത്തിയപ്പോൾ ഒരുപാട് ആളുകളെ ഈ സമ്മിറ്റിൽ നിന്നും ബിജുവിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമുഖരായ വിദ്യാഭ്യാസ ഗ്രൂപ്പുകളൊക്കെ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുകയും ബിജുവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പുതുതായി വലിയ ഫണ്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കാൻ ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ പലർക്കും പണം നഷ്ടപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷേ അവരിൽ പലരും പുറത്ത് പറഞ്ഞ് ഈ തട്ടിപ്പിൻ്റെ പിന്നാലെ നടക്കാൻ തയ്യാറല്ല എന്നാണ്. നമ്മൾ 2-3 ആളുകളെ തമിഴ്നാട്ടിൽ ഇതിനകം ബന്ധപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അവരുടെ സ്ഥാപനങ്ങളുടെ ഒരു സൽപ്പേരുണ്ട്. ഒപ്പം ഈ ഇത്തരമൊരു തട്ടിപ്പിന് ഇരയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ പിന്നാലെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് വലിയ തലവേദന ആ സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ആ കോളേജുകൾക്കുണ്ടാവും എന്നതുകൊണ്ട് തന്നെ അവർ തൽക്കാലം മുന്നോട്ട് വരില്ല എന്ന് പറയുന്നെങ്കിലും നമുക്ക്
കൃത്യമായി പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവർ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് ബിജു തട്ടിപ്പിനിരയാക്കുന്നത്. കാരണം 10-50 ലക്ഷമൊക്കെ പോയാൽ അത് പോട്ടെ എന്ന് കരുതുന്ന ആളുകളൊക്കെ ആവും ഈ തട്ടിപ്പിന് ഇരയാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്രയധികം തട്ടിപ്പ് കേസുകളിലെ പ്രതിയായവരോൾ ഭാര്യയെ കൊന്ന ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആൾ സംഘടിപ്പിച്ച പരിപാടിയിൽ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു എന്നതാണ് ഏറെ കൗതുകമുയർത്തുന്ന കാഴ്ച. അതായത് ഒരു പ്രതിയായ ആളുടെ അല്ലെങ്കിൽ ഒരു ചടങ്ങിന് വിളിക്കുന്ന ആളുടെ ഒരു പശ്ചാത്തലം പോലും പരിഗണിക്കാതെയാണ് ആളുകളൊക്കെ ഈ ഉന്നത ആളുകളൊക്കെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജീവനക്കാരിൽ പലർക്കും ഈ ബിജു ജോർജ് അല്ലെങ്കിൽ ബിജു പൗലോസ്, ബിജു വർഗീസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയും ഇത്ര വലിയ ഒരു കുപ്രസിദ്ധനായ ക്രിമിനലും ആണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ജീവനക്കാരിൽ പലരും പോലും നമ്മളെ ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ തട്ടിപ്പിനിരയായി. പലരും പണം ചോദിച്ച് തിരികെ വരുമ്പോൾ ഓഫീസുകൾ പൂട്ടി രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ പതിവ്. പനമ്പള്ളി നഗർ ഓഫീസ് അങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത്. അവിടെ നിന്നുമാണ് റിൽഷാദിനും ഒപ്പം ഏലിയസിനെ പോലുള്ള ആളുകൾക്കുമൊക്കെ പണം നഷ്ടപ്പെട്ടത്. അവർ അവിടെ ചെന്ന് വളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പണം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും ആളുകളൊക്കെ അടക്കം ആവശ്യപ്പെട്ടപ്പോഴാണ് പനമ്പള്ളി നഗറിലെ ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് അടച്ചുപൂട്ടി മറ്റൊരിടത്തേക്ക് ചേക്കേറിയത്. അന്ന് അവിടെ നൽകിയിരുന്ന നമ്പറുകൾ, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട നമ്പറുകൾ അല്ലെങ്കിൽ ബിജുവുമായി ബന്ധപ്പെട്ട നമ്പറുകളൊന്നും പിന്നീട് പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ പുറത്തുനിന്നൊക്കെ അടക്കം ആളുകൾ തപ്പി വരുമ്പോൾ എങ്ങനെ ഇയാളെ തെരഞ്ഞു കണ്ടെത്തണമെന്ന പോലും ഒരു രീതി അതിനുള്ളൊരു മാർഗം പോലും അറിയാതെയാണ് അവർ കഷ്ടപ്പെട്ടത്. എന്തായാലും ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ മെറിഡിയൻ എന്ന കാക്കനാട്ടെ സ്ഥാപനം അടയ്ക്കുകയും അവരന്ന് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഇതുവരെ ആരും അവിടേക്ക് തിരിഞ്ഞ് എത്തിയിട്ടില്ല. സ്ഥല ഉടമ അടക്കം ബിജു രാധാകൃഷ്ണനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അതിന് നടക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരും ഈ വിവരങ്ങൾ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ ഈ ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. അവർക്കും ബിജു രാധാകൃഷ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. റിൽഷാദിൻ്റെ പരാതി ഇന്നലെ കടവന്ത്ര പോലീസ് നൽകിയിരുന്നു. ഏലിയാസ് ഇതിനകം പരാതി നൽകിയിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് ഈ കേസിൽ ഒരു FIR ഇടും എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അഭിലാഷ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രം 4 ഓഫീസുകളാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നുവെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്കടക്കം ഫെനി ഇത്തരം തട്ടിപ്പുകൾ വ്യാപിപ്പിച്ചിരുന്നു എന്നതാണ്. ഒപ്പം കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണന്റെ മെഡിറ്ററേനിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് ഒഴിയാൻ കെട്ടിട ഉടമ നോട്ടീസ് നൽകിയെന്നതാണ്. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉടമയുടെ നടപടി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. ആ കെട്ടിടം വിശാലമായൊരു കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ ഏതാണ്ട് ഓഫീസായി പ്രവർത്തിക്കുന്ന സാഹചര്യം, അതിനുശേഷം മറ്റൊരു കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന സാഹചര്യം, എങ്ങനെ പല ഓഫീസുകൾ ഉണ്ടായിരുന്നു പലപ്പോഴായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അനീഷ്, നമ്മൾ തന്നെ ദൃശ്യങ്ങൾ പങ്കുവെച്ചതാണ്. അതോടൊപ്പം തന്നെ തട്ടിപ്പിന് ഇരയായവർ ചൂണ്ടിക്കാണിച്ച കെട്ടിടങ്ങൾ, അവിടെയായിരുന്നു ഓഫീസ് എന്ന നിലയിൽ പനമ്പള്ളി നഗറിലെ ഓഫീസ് നമ്മൾ ദൃശ്യങ്ങളിൽ പകർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കാക്കനാടുള്ള ഓഫീസ് ഇപ്പോൾ ഒഴിയാൻ ആവശ്യപ്പെടുന്നു എന്നതാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.